ഇന്നൊരു മിനി വ്ലോഗ് ആയാലോ? ഉച്ചയ്ക്ക് ശേഷം ഇച്ചിരി മഴ തുറന്നപ്പോൾ ഞാനും വിപിയും കൂടി എന്നാൽ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അമ്മക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് കൊണ്ട് കൊടുക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. കൂടെ തന്നെ ഞങ്ങൾക്ക് ടൗണിൽ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിച്ച് ഞങ്ങൾ നേരെ അമ്മയുടെ അടുത്തോട്ട് വിട്ടേ. ഞങ്ങളവിടെ എത്തി ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ അഗിയും കൂടെ വന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മയും മക്കളും കൂടി അവിടെ ഇരുന്ന് ഒരുപാട് സമയം സംസാരിച്ച് വിസിറ്റിംഗ് ടൈമൊക്കെ തീരാറായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയ ഫുഡ് മസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി എമരി മന്തിയിലോട്ട് വിട്ടു. എമരി മന്തിയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ 3 പേരും ഒരുപോലെ മന്തി ഫാനായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിറർ കണ്ടാൽ പിന്നെ ഷോ മസ്റ്റാണല്ലോ. അവിടുത്തെ ഞങ്ങളുടെ മിറർ ഷോയിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നായിരുന്നേ. ഇവിടുത്തെ ആംബിയൻസ് ഫുഡും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും വരാമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പ്രതീക്ഷിച്ചാൽ അഫോർഡബിൾ ആയിരുന്നു ഇവിടുത്തെ പ്രൈസും. ഈ തലപ്പറമ്പ് ഭാഗത്ത് വെച്ച് ഞങ്ങൾ കഴിച്ചാൽ വെച്ച് ഏറ്റവും നല്ല മന്തിയായിരുന്നു ഇത്. അത് ഞങ്ങളുടെ 3 പേരുടെ കഴിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഒരു സമയത്ത് ഞങ്ങളെപ്പോലെ തന്നെ ബിരിയാണി ഫാൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം മന്തി ഫാൻസ് ആയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഫുഡൊക്കെ കഴിച്ച് വേറെ സെറ്റായ സ്ഥിതിക്ക് ഞങ്ങൾ വണ്ടി നേരെ പറശ്ശിനിയിലോട്ട് വിട്ടു. പറശ്ശിനിക്കടവ് നമ്മുടെ കണ്ണൂർക്കാരുടെ ഒരു വികാരമല്ലേ. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമോ ടെൻഷനോ എന്തെങ്കിലും വരുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് മുത്തപ്പനായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന മുത്തപ്പനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യലുണ്ട്. മഴ സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾ വിചാരിച്ചത്ര വലിയൊരു തിരക്കോ ബഹളമൊന്നും അമ്പലത്തിലുണ്ടായിരുന്നില്ലേ. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സറിഞ്ഞ് മുത്തപ്പനെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു.